തീർച്ചയായിട്ടും KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ വ്യക്തിപരമായ കടപ്പാടുള്ള ഒരാളാണ്. അതിന് കാരണം അദ്ദേഹമാണ് KSUവിനകത്ത് എന്നെ കൊണ്ടുവന്ന് KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. അദ്ദേഹം AK ആന്റണി KPC പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഇലക്ടഡ് KSU പ്രസിഡന്റ് ആവുന്നത്. അന്ന് ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് എനിക്ക് കൊച്ചു പ്രായമുള്ളൂ. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത് ഞാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ KSU പറയുന്നത്. അപ്പോൾ അതിനുശേഷം യൂത്ത് കോൺഗ്രസ് വന്നു, പിന്നെ KPC വന്നു, കഴിഞ്ഞ KPC. അപ്പം കഴിഞ്ഞ ഈ പ്രാവശ്യം ഈ സീറ്റ് വേറെ പലർക്കും പോകുമെന്നുള്ള ഒരു സാഹചര്യം വന്നപ്പം അദ്ദേഹം അതിനെ ശക്തമായി അത് MM നസീറിന് എൻ്റെ പേര് നിർദ്ദേശിച്ചു. പലരുടെ പേര് നിർദ്ദേശിക്കുമല്ലോ. അത് അദ്ദേഹം നിൽക്കുന്നതാണ് ജയസാധ്യത. അദ്ദേഹം 5 വർഷം ഇവിടെ നിന്നതാണ്. ബിന്ദു കൃഷ്ണയും ജ്യോതികുമാർ ചാമക്കാലയും ഒക്കെ നിന്നതുപോലെ അദ്ദേഹം ഇവിടെ നിന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ പരിഗണിക്കണമെന്ന് അദ്ദേഹം എനിക്ക് വേണ്ടി ശക്തമായി വാദിച്ചു. പിന്നെ ചടയമംഗലത്തെ LDF സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തുകൊണ്ടാണ് MM നസീർ നിയമസഭയിലേക്ക് കടന്നു പോകുന്നത്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടു, അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു, അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജയിച്ചില്ലെങ്കിലും മണ്ഡലത്തിൽ ശക്തമായി നിന്ന് പ്രവർത്തിച്ചു. എന്നാൽ വലിയ ബഹളങ്ങളൊന്നും ഈ കിഴക്കൻ മേഖലയിലുള്ള ഈ മണ്ഡലത്തിനെ പുറം ലോകം പ്രത്യേകം കാണുന്ന രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൻ്റെ റിസൾട്ട് ഉണ്ടായില്ല. 9-ൽ 5 ആദ്യമായ സംഭവമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ആകെ കിട്ടിയ 19 ദിവസമാണ്. പക്ഷെ ഞാൻ 45 വർഷമായിട്ട് ഈ മണ്ഡലത്തിലുണ്ട്. ഞാൻ സ്കൂൾ കുട്ടിയായിരിക്കുന്ന കാലം മുതൽ KSU പ്രവർത്തകനായി, KPCC തന്നെ 22 വർഷമായി സെക്രട്ടറിയായും ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് ഈ 19 ദിവസം മതിയായിരുന്നു. എൻ്റെ എതിർ സ്ഥാനാർത്ഥി ബഹുമാനിയായ മന്ത്രിക്ക് കഴിഞ്ഞ 5 വർഷം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് കിട്ടിയിട്ടും അവർക്ക് എൻ്റെ കൂടെ ഓടിയെത്താൻ സാധിച്ചില്ല എന്ന ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. പിന്നെ ചടയമംഗലത്തിനൊരു കുഴപ്പമുണ്ട്. ചടയമംഗലത്തെ ഈ ഇടതുപക്ഷ MLAമാർ അല്ലെങ്കിൽ CPI എന്ന പാർട്ടി ഒരു തെറ്റിദ്ധാരണ വെച്ച് പുലർത്തിയിട്ടുണ്ട്. ഏത് സാഹചര്യം വന്നാലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന കുറച്ച് ആളുകൾ ഉണ്ട്, വോട്ട് ബാങ്ക് ഉണ്ട്, ഇടതുപക്ഷത്തിന് വോട്ട് ബാങ്ക് ഉണ്ട് എന്നുള്ള ധാരണ. അതുകൊണ്ട് വലിയ പ്രവർത്തനമൊന്നും നടത്തണ്ട, റോഡുകളൊന്നും നന്നാക്കണ്ട, ആശുപത്രി ഡോക്ടറൊന്നും വേണ്ട, അല്ലെങ്കിൽ താലൂക്ക് വേണ്ട, ഇങ്ങനെ ആളുകളുടെ ആവശ്യങ്ങളൊന്നും നിറവേറ്റിയില്ലെങ്കിലും പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നൊരു വലിയ ചുമപ്പൻ സഖാക്കളുണ്ട്. അവിടെ LDFൽ മുന്നണിക്കുള്ളിലെ പ്രശ്നവും അനുകൂലമായി മാറി അല്ലേ, വോട്ടായി മാറി. എനിക്ക് ഇടതുപക്ഷ മുന്നണിയിലെ പ്രശ്നങ്ങൾ CPIയിൽ CPMൻ്റെയിലും സംഘടനാപരമായിട്ടുള്ള അവരോടുള്ള അതിർത്തിയുള്ള ധാരാളം പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ BJPയിലും ഉള്ള ധാരാളം പേര് വോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പാർട്ടിയിലും പെട്ട ആളുകൾ വോട്ട് ചെയ്തുകൊണ്ടാണ് ഈ 7436 എന്ന അക്കത്തിലേക്ക് ഭൂരിപക്ഷം എത്തിയത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 13,000 വോട്ടിനാണ് പരാജയമടങ്ങിയത്. മന്ത്രിയെ തോൽപ്പിച്ചാണ് നിയമസഭയിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പോൾ മണ്ഡലത്തിലുള്ള ആളുകൾക്കും വലിയ പ്രതീക്ഷയൊക്കെ ഉണ്ടാകും. നിയുക്ത MLAക്ക് കുറേ പ്ലാനുകളും ഉണ്ടാകും. എന്താണ് ഇപ്പോൾ ഈ താലൂക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, അതുപോലെയുള്ള എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ? ഉണ്ട്. എനിക്ക് ചടയമംഗലത്ത് ഒരു ടൂറിസം പദ്ധതി കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് അവിടെ ജഡായു ടൂറിസം, മീൻമുട്ടി ടൂറിസം സർക്യൂട്ട് പോലെ, അതുപോലെ കുടുക്കത്ത് പാറ, അതുപോലെ കല്ലറത്തണ്ണി ഇതിലുള്ള ടൂറിസം, ഇങ്ങനെ നമുക്ക് ഒരു നല്ല പ്ലാൻ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ താലൂക്ക് എന്ന് പറയുന്നത് ചടയമംഗലത്തെ ചിതറ പഞ്ചായത്തിൽ നിന്ന് 55 കിലോമീറ്റർ യാത്ര ചെയ്താലേ കൊട്ടാരക്കര എത്തൂ. കേരളത്തിൽ പല സമയത്തും താലൂക്ക് ഉപയോഗിച്ചു. ഇടതുപക്ഷ ഗവൺമെൻറ് പലതും ഉണ്ടായിരുന്നു. MLAമാരെല്ലാം CPI ആയിരുന്നു, റവന്യൂ വകുപ്പ് വരിയിലായിരുന്നു. പക്ഷേ ഇതുവരെയ്ക്കും ഒരു താലൂക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ താലൂക്ക് ആസ്ഥാനത്തെ സംബന്ധിച്ച തർക്കം പരിഹരിച്ചുകൊണ്ട് ഒരു താലൂക്ക് കൊണ്ടുവരണം. താലൂക്ക് ആശുപത്രിയെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യണം. മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളായ റോഡുകൾ എല്ലാം നവീകരിച്ച് കൊണ്ടുവരണം. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ് മനസ്സിലുള്ളത്. ഇപ്പോൾ എന്തായാലും വലിയ ഭൂരിപക്ഷം 100-ന് മുകളിലെന്ന് VD സതീശൻ പറഞ്ഞു. 102 സീറ്റ് ലഭിച്ചു. അടുത്തപ്പോൾ മന്ത്രിസഭാ രൂപീകരണം, മുഖ്യമന്ത്രി ചർച്ചകളിലൊക്കെ കടന്നിരിക്കുകയാണ്. അറിയുന്നത് അടുത്ത ദിവസം തന്നെ ACC പ്രതിനിധി നിങ്ങളെയൊക്കെ കാണാൻ പോവാണ്. മനസ്സിലെന്തെങ്കിലുമൊക്കെ കണ്ടുവച്ചിട്ടുണ്ടോ? അല്ല, അത് മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടോ എന്നുള്ളത് എൻ്റെ നിലപാട് എല്ലാവർക്കും അറിയാവുന്ന നിലപാടാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഒരു പ്രതിനിധികളെ അയക്കുമ്പം MLAമാരുടെ പൊതു അഭിപ്രായം തേടും.
പിന്നെ KPCCയിലെ നേതാക്കന്മാർക്ക് അഭിപ്രായം പറയാം, DCCയുടെ പ്രസിഡന്റുമാർ അങ്ങനെയുള്ള നേതൃത്വത്തിൻ്റെ അഭിപ്രായങ്ങൾ തേടാം. അങ്ങനെ അവരൊരു റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 1-2 പേരുകളിലോ 3 പേരുകളിൽ എത്തിയാൽ തന്നെ അവിടെ ഒരു ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് സാധ്യത. പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇഷ്ടപ്പെടുന്ന ഒരാൾ വരും. തീർച്ചയായിട്ടും എല്ലാവരും ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ്. ആരെയും ഇപ്പം ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്ന 3 നേതാക്കളാണ്. എനിക്കെന്തായാലും മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ ഈ 3 നേതാക്കന്മാർ ആണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മളതിനെ മാധ്യമങ്ങളും മറച്ചു വെച്ചിട്ട് കാര്യം. അപ്പോൾ അത് അവരെ 3 പേരെയും തന്നെയായിരിക്കും ചർച്ചയ്ക്ക് വിളിച്ച് പരിഹരിക്കുന്നത്. ഈ 3 പേരിൽ ഒരാളാണ് ഒരുപക്ഷെ സീറ്റ് മറ്റു പലയിടത്തും പോകുവാനെന്നും പിടിച്ചെടുത്ത് ഇങ്ങോട്ടേക്ക് തന്നത്. തീർച്ചയായിട്ടും KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ വ്യക്തിപരമായ കടപ്പാടുള്ള ഒരാളാണ്. അതിന് കാരണം അദ്ദേഹമാണ് KSUവിനകത്ത് എന്നെ കൊണ്ടുവന്ന് KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. അദ്ദേഹം AKR KPC പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഇലക്ടഡ് KSU പ്രസിഡന്റ് ആവുന്നത്. അന്ന് ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് എനിക്ക് കൊച്ചു പ്രായമാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത് ഞാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ KSU പറയുന്നത്. അപ്പോൾ അതിനുശേഷം യൂത്ത് കോൺഗ്രസ് വന്നു, പിന്നെ KPC വന്നു, KPC. അപ്പം ഈ പ്രാവശ്യം ഈ സീറ്റ് വേറെ പലർക്കും പോകുമെന്നുള്ള ഒരു സാഹചര്യം വന്നപ്പം അദ്ദേഹം അതിനെ ശക്തമായി MM നസീറിന് എൻ്റെ പേര് നിർദ്ദേശിച്ചു. പലരുടെ പേര് നിർദ്ദേശിക്കുമല്ലോ. അത് അദ്ദേഹം നിൽക്കുന്നതാണ് ജയസാധ്യത. അദ്ദേഹം 5 വർഷം ഇവിടെ നിന്നതാണ്. ബിന്ദുകൃഷ്ണയും ജ്യോതികുമാർ ചാമക്കാലയും ഒക്കെ നിന്നതുപോലെ അദ്ദേഹം ഇവിടെ നിന്നതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ പരിഗണിക്കണമെന്ന് അദ്ദേഹം എനിക്ക് വേണ്ടി ശക്തമായി വാദിച്ചു. പിന്നെ മറ്റെല്ലാ പിന്തുണയും എനിക്ക് തന്നു. അതിൽ അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ ലാസ്റ്റ് ദിവസം ഒരു റോഡ് ഷോ അദ്ദേഹം നടത്തി. ഒരു 1000-ഓളം പ്രവർത്തകർ പങ്കെടുത്ത ഒരു 20 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ചൊരു റോഡ് ഷോ. അതെൻ്റെ വലിയൊരു പ്രചരണത്തിൽ അവസാനം ഞങ്ങൾ വിജയക്കൊടി നാട്ടിയത് അതിലൂടെയാണ്. എന്തായാലും ജനങ്ങൾ തെരഞ്ഞെടുത്തു. അവരുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒത്ത് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും നിലപാടുകൾ പറയാതെ പറഞ്ഞിരിക്കുകയാണ് ചടയമംഗലത്ത് വിജയിച്ചിരിക്കുന്ന MM നസീർ. കൊല്ലത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.